प्रभु को धन्यवाद दे दीजिए. स्तोत्र. നമുക്ക് Hallelujah. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Thank you Jesus. Thank you Jesus. Hallelujah. Praise the Lord. Hallelujah. वचन बोलने के लिए बहुत कम समय है, लेकिन प्रभु ने इस छोटे से समय में भी अपने जीवन में कार्य करने के लिए विश्वासियों की. ആമേൻ. വചനം പറയുമ്പോൾ നമുക്ക് അല്പസമയം മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ അല്പസമയത്തിലും കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. 10:45 को हमें खाली करना है. 10:45 നമുക്ക് ഇവിടെ So 40 അവസാനിപ്പിക്കണം. minutes left. 40 മിനിറ്റ്സ് നമ്മുടെ കയ്യിലുള്ളൂ. लास्ट में आराधना प्रार्थना सबके लिए मिलके 40 मिनट से बाकी अपने पास. അവസാനത്തെ പ്രാർത്ഥന പാട്ട് എല്ലാം ചേർത്തുകൊണ്ട് 40 മിനിറ്റേ ഉള്ളൂ. इधर all the girls sit in a line. Come. There is a space in between. Okay, लाइन में बैठो. हाँ, अच्छी बात है. मैं काफी समय से एक संदेश बोलने के लिए मेरा मन के अंदर रखा है. ഞാൻ വളരെ സമയം കൊണ്ട് ഒരു സന്ദേശം, ഒരു മെസ്സേജ് പറയുവാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട്. मुझे लग रहा है आज आधा घंटा में उस संदेश बोलने के लिए समय नहीं मिलेगा. ഇന്ന് അരമണിക്കൂർ കൊണ്ട് ആ ഒരു സന്ദേശം പറയുവാൻ പറ്റത്തില്ല. और नेक्स्ट संडे देयर में बी ए गेस्ट पास्टर आल्सो. നെക്സ്റ്റ് സൺഡേ നമുക്കൊരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ട്. सो अगेन मैं पोस्टपोन करना पड़ेगा उस जो मैसेज को. ആ മെസ്സേജ് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരികയാണ്. सो मैं परमेश्वर के ऊपर निर्भर होना चाहता हूँ. ഞാൻ ദൈവത്തിൽ അതുകൊണ്ട് പൂർണ്ണമായി ആശ്രയിക്കുന്നു. अल्पം കൊണ്ടും അധികം കൊണ്ടും കർത്താവ് പ്രവർത്തിക്കും. आमेन. वो थोड़े में और अधिक में भी वो अद्भुत काम करता है. ദൈവരാജ്യത്തെ കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. परमेश्वर के राज्य के बारे में हम अभी सीख रहे हैं. കഴിഞ്ഞ ദിവസം ഞാൻ ഫാസ്റ്റിംഗ് പ്രയറിന് പറയാനിടയായി തീർന്നു. पिछले हफ्ते मैंने उपवास प्रार्थना में कहा था. ഒരു കർത്താവിന്റെ ദാസനുമായിട്ട് നമ്മുടെ ആസാദി ചാനലിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു. गवाही में टेस्टिमनी के लिए आए हुआ परमेश्वर के दास के द्वारा कहा गया एक सेंटेंस वो मेरे जीवन में बहुत ही मुझे प्रोत्साहित किया. അദ്ദേഹം പറഞ്ഞത്, उन्होंने कहा ദൈവരാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. हम परमेश्वर के राज्य में जी रहे हैं. If we are living in the kingdom of God, अगर हम परमेश्वर के राज्य में जी रहे हैं നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒത്തിരി അത്ഭുതങ്ങൾ പ്രൊവിഷൻ നമ്മൾ കാണും. तो हमारे जीवन में हम बहुत सारे परमेश्वर के अद्भुतों को, प्रबंधों को हम देखेंगे. അതെന്റെ മനസ്സിൽ ഒത്തിരി എൻ്റെ മനസ്സിൽ പുതിയ ചിന്തകൾ തന്നു. वो मेरे मन में नई चिंताओं को डाला. ദൈവരാജ്യത്തിന്റെ അകത്ത് ജീവിക്കുക. परमेश्वर के राज्य के अंदर जीने के लिए. കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ്. परमेश्वर का राज्य सब्जेक्ट जो है बहुत ही सामर्थ्यशाली है. ആ ദേവദാസൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. उस परमेश्वर के दास ने उनकी गवाही से कहा था. അദ്ദേഹം കാനഡയിലാണ് താമസിക്കുന്നത്. वे अभी कनाडा में रहते हैं. കാനഡയിൽ താമസിക്കുന്ന ദേവദാസന്റെ പിതാവ് നാട്ടിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി. कनाडा में रहने वाले उस पासवान के जो पिताजी केरला पर हॉस्पिटलाइज्ड हो गए. കേരളത്തിൽ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കണം. केरला में हॉस्पिटल का बिल भरना है. 3000 രൂപ കുറവുണ്ട്. 3000 रुपए की कमी थी. അപ്പോൾ പെട്ടെന്ന് അവരുടെ കയ്യിൽ നമുക്കറിയാമല്ലോ കേരളത്തിലെ പകല് കാനഡയിലെ അർദ്ധരാത്രിയാണ്. तो कनाडा का जो दिन है वो कनाडा का दिन केरला का रात है. നേരെ തിരിച്ച് കാനഡയിൽ അർദ്ധരാത്രിക്കാണ് ഇവർക്ക് കോൾ വരുന്നത്, കേരളത്തിൽ പകലായതുകൊണ്ട്. मतलब वहाँ पर कनाडा में जब रात होती है तब यहाँ पर दिन होता है. तो कनाडा के रात के समय आधी रात को मैसेज आता है कि इनको पैसे की जरूरत ഈ है. രാത്രി ലേറ്റ് നൈറ്റിൽ എവിടുന്നാണ് പൈസ ഇടുന്നത്? तो इस लेट नाइट में कहाँ से वो पैसे अरेंज करेंगे, कैसे डालेंगे? ക്യാഷ് ഡോളർ അവരുടെ കയ്യിലുണ്ട്, പക്ഷെ ഇത് എവിടെ കൊണ്ടിടും? उनके हाथों पर कैश डॉलर रखा हुआ था, लेकिन वे रात को कहाँ जाकर डालेंगे? അത് ബാങ്കിൽ കൊണ്ടിട്ടാലും അത് ട്രാൻസ്ഫർ ആകാൻ സമയം എടുക്കും അല്ലേ? वो बैंक में लाके डालेंगे तो भी ट्रांसफर होने में टाइम लगेगा. ഇവരോർത്ത് എവിടുന്ന് ഇപ്പോൾ അറേഞ്ച് ചെയ്യുന്നത്? ആരെയാ വിളിക്കുന്നത്? കേരളത്തിൽ ആരെങ്കിലും വിളിക്കാനൊക്കെ? तो उन्होंने सोचा कि कहाँ से मैं अरेंज करूंगा, किसको कॉल करना है. പക്ഷെ സ്വല്പം കഴിഞ്ഞപ്പോൾ लेकिन थोड़ी देर के बाद ഒരു മെസ്സേജ് വരികയാണ്. एक मैसेज आ रहा है. കേരളത്തിലെ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ, സ്റ്റേറ്റ് ബാങ്കിന്റെ ബാങ്ക് അക്കൗണ്ടിൽ 3000 റുപ്പീസ് ഡെപ്പോസിറ്റ് ആയിരിക്കുന്നു എന്ന് ഒരു മെസ്സേജ് വരികയാണ്. लेकिन थोड़ी देर के बाद केरला के अकाउंट में 3000 रुपए डिपॉजिट हो गया कर एक मैसेज आता है. അപ്പോൾ അദ്ദേഹം പറയുന്നത്, കാനഡയിൽ ഇരിക്കുന്ന എനിക്ക് ആരെങ്കിലും കേരളത്തിൽ നിന്ന് പൈസ ഇട്ട് തരുമോ? उन्होंने पूछा कि कनाडा पर बैठा हुआ मुझे कोई केरला से क्या पैसा डाल सकता है क्या? ഇതിന്റെ പ്രൊവിഷൻ
ये परमेश्वर का प्रबंध है। ദൈവരാജ്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, अगर आप परमेश्वर के राज्य के अंदर आप जी रहे हो, ദൈവരാജ്യത്തിനകത്തുള്ള പ്രൊവിഷൻ आमेन आमेन आमेन, നമ്മൾ यस അനുഭവിക്കും. हालेलुया, तो परमेश्वर के राज्य के अंदर का प्रबंधों को आप अनुभव करोगे। ഞാൻ ഇന്നലെ ഫാസ്റ്റിംഗ് പ്രയറിന് ഇങ്ങനെ പറഞ്ഞു. पिछले दिन की उपवास प्रार्थना में ഞാനിത് ऐसे कहा, സൺഡേ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. मैंने सोचा कि मैं संडे को बोलूंगा, പക്ഷെ ഇച്ചിരി നേരത്തെ അങ്ങ് ഫാസ്റ്റിംഗ് പ്രയറിന് പറയില്ല. लेकिन मैंने पहले ही फास्टिंग प्रेयर में बोल दिया। ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. मैंने कहा वो एक बात है, കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ രാജാവായിട്ടിരിക്കുക. परमेश्वर का राज्य का मतलब यह है कि प्रभु हमारा राजा बनकर रहना। ഒരു നല്ല രാജാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷണം എന്താ? एक अच्छा राजा का लक्षण क्या है? ഈ രാജ്യത്തെ രാജാവ് നല്ല രാജാവാണ്. इस राज्य का राजा अच्छा राजा है। എങ്ങനെയുള്ള രാജാവിനെ നല്ല രാജാവെന്ന് വിളിക്കാൻ പറ്റും? किस प्रकार के राजा को हम अच्छा राजा कहकर पुकार सकते हैं? ജനങ്ങളെ എല്ലാം ഇങ്ങനെ പേടിപ്പിച്ച്, പിന്നെന്താ, ശക്തി കാണിച്ച്, सारे जनता को डराकर, अपने शक्ति दिखाकर, പിന്നെ ടാക്സ് ഒക്കെ എപ്പോഴും ഇങ്ങനെ കൂട്ടി കൂട്ടി. और टैक्स सब ऐसे बढ़ा बढ़ा के। ടാക്സ് കൂട്ടുന്ന രാജാക്കന്മാരെ ആർക്കെങ്കിലും ഇഷ്ടമാണോ? टैक्स बढ़ाने वाला कोई राजा को कोई पसंद करता है क्या? ഇഷ്ടമല്ല. नहीं। പ്രജാതൽപരനായിരിക്കണം. जनता के बातों पर वो विचार करने वाला होना चाहिए। പ്രജാതൽപർ എന്ന് പറഞ്ഞാൽ, പ്രജാതൽപരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? प्रजा तत्पर होने का मतलब क्या है? പ്രജകളുടെ ആവശ്യം അറിഞ്ഞ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. प्रजा की जरूरत को जानकर उन्हें देना है। ദൈവരാജ്യത്തിലെ രാജാവ് ഒരു നല്ല രാജാവാണ്. आमेन। परमेश्वर के राज्य का राजा एक उत्तम, एक अच्छा राजा है। നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ്, हमारी हर जरूरतों को जानकर, ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുന്ന രാജാവ്. आमेन। आकाश के झरोखों को खोलने वाला परमेश्वर है। നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ്, हमारी सारी जरूरतों को जानकर, സോ ലിവിങ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, परमेश्वर के राज्य के अंदर जीना, അതൊരു വലിയ അനുഗ്രഹമാണ്. वो बहुत बड़ा आशीष का कारण है। ദൈവരാജ്യത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? क्या आप परमेश्वर के राज्य के अंदर जी रहे हो? അതോ ദൈവരാജ്യത്തിന്റെ പുറത്താണോ? क्या आप परमेश्वर के राज्य के बाहर हो? ദൈവരാജ്യത്തെ കുറിച്ച് രണ്ട് ചിന്തയുണ്ട്. परमेश्वर के राज्य के बारे में दो विचार है। യേശുവിന്റെ പ്രാർത്ഥന, एक यीशु मसीह का നിന്റെ प्रार्थना, രാജ്യം വരേണമേ. तेरा राज्य आए, അങ്ങനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്നവർ ഇന്നുമുണ്ട്. ऐसे प्रार्थना करके जीने वाले अभी भी हैं। ദൈവരാജ്യം വന്നിട്ടില്ല, വരണേ 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 എന്ന് പ്രാർത്ഥിക്കുക. परमेश्वर का राज्य आया नहीं, आना है करके प्रार्थना करने യേശു वाले लोग। എപ്പോഴാ ആ പ്രാർത്ഥന പഠിപ്പിച്ചതെന്ന് അറിയാം? यीशु ने कब ये प्रार्थना सिखाया आप യേശുവിന്റെ जानते हो? ക്രൂശുമരണത്തിന് മുമ്പ് അല്ലേ? यीशु के क्रूशीकरण के സഭ पहले था। സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പാ പ്രാർത്ഥിച്ചത് അല്ലേ? कलीसिया की स्थापना के पहले उसने प्रार्थना किया था। പക്ഷെ യേശു പറഞ്ഞു, लेकिन यीशु ने कहा, ദൈവരാജ്യം ശക്തിയോടുകൂടെ വരുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽപ്പുണ്ട്. लेकिन वचन ऐसा कहा गया है कि यीशु का राज्य, परमेश्वर का राज्य सामर्थ के साथ प्रकट होने तक यहाँ पर बहुत लोग हैं जो मृत्यु को नहीं चखेंगे। അതിന്റെ അർത്ഥം എന്താ? उसका मतलब क्या है? ദൈവസഭയാകുന്ന ദൈവരാജ്യം ഭൂമിയിൽ ശക്തിയോടുകൂടെ ഇറങ്ങി വരും. मतलब परमेश्वर की कलीसिया जो परमेश्वर का राज्य है वो सामर्थ के साथ उतर आएगा। അതിൽ നിങ്ങൾ ചിലരെ കാണുന്ന യേശു പറഞ്ഞതിന്റെ അർത്ഥം. यीशु के कहने का मतलब ये था कि उसमें से आप कुछ लोग उसमें से देखोगे। പക്ഷെ ഇപ്പോഴും ചിലര് ദൈവരാജ്യം വരണേ വരണേ എന്ന് പറഞ്ഞിരിക്കുക. लेकिन अभी भी कुछ लोग परमेश्वर का राज्य आए आए बोलकर बैठे പക്ഷെ हैं। ദൈവരാജ്യം നമ്മുടെ നടുവിലുണ്ട്. लेकिन परमेश्वर का राज्य हमारे बीच में है। നാം ദൈവരാജ്യത്തിനകത്താ ജീവിക്കുന്നത്. हम परमेश्वर के राज्य के अंदर जीते हैं। സോ കിങ്ഡം ഓഫ് ഗോഡിന്റെ मतलब परमेश्वर के राज्य का വിസിബിൾ ഫോം ആണ് ചർച്ച്. एक दृश्य, एक रूप है कलीसिया। കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറഞ്ഞത്, ഇമാജിനേഷൻ, ഒരു കൽപ്പന അല്ല. परमेश्वर का राज्य का एक कल्पना या एक सांकल्पिक बात नहीं है। കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് അല്ല. परमेश्वर का राज्य केवल एक कॉन्सेप्ट नहीं है। കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഒരു തിയോളജിക്കൽ സബ്ജക്റ്റ് മാത്രമല്ല. परमेश्वर का राज्य केवल एक थियोलॉजिकल विषय नहीं है। കിങ്ഡം ഓഫ് ഗോഡിന്റെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് ചർച്ച് എന്ന് പറയുന്നത്. परमेश्वर का राज्य का एक भौतिक प्रकटीकरण है कलीसिया।
അങ്ങനെയാണെങ്കിൽ अगर ऐसा है तो ദൈവസഭയിലുള്ള ദൈവമക്കളെ, परमेश्वर की कलीसिया के परमेश्वर के बच्चों, നാം ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. हम परमेश्वर के राज्य के भाग है. നാം ദൈവരാജ്യത്തിന്റെ അകത്താണ് ജീവിക്കുന്നത്. हम परमेश्वर के राज्य के अंदर जीते हैं. നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. हम में से हर एक व्यक्ति जो है वो परमेश्वर के राज्य का हिस्सा है. അങ്ങനാണെങ്കിൽ अगर ऐसा है तो ദൈവരാജ്യം വരണേ എന്ന് പ്രാർത്ഥിക്കാതെ तो परमेश्वर के राज्य आए करके प्रार्थना न ദൈവസഭയാകുന്ന करें. ദൈവരാജ്യത്തിന്റെ അകത്ത്, परमेश्वर के राज्य जो कलीसिया है उसके अंदर, ദൈവരാജ്യത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അനുഭവിച്ച് നമുക്ക് ജീവിക്കണം. परमेश्वर के राज्य के अंदर जो कुछ प्रोविजंस है सब कुछ अनुभव करके हम जिएंगे. ദൈവരാജ്യത്തിൽ എന്തൊക്കെയുണ്ട്? परमेश्वर के राज्य में क्या क्या है? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, प्रेरितों ने कहा कि वो खाना पीना नहीं है, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണെന്ന് പറഞ്ഞു. वो धार्मिकता और शांति और पवित्र आत्मा की भरपूरी है. യേശു കർത്താവ് പറഞ്ഞു, यीशु मसीह ने कहा, ഞാൻ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ मैं परमेश्वर की सामर्थ से अगर भूतों को, दुष्ट आत्माओं को बाहर निकालता हूं तो ദൈവരാജ്യം നിങ്ങളുടെ നടുവിൽ ഉണ്ട്. परमेश्वर का राज्य तुम्हारे बीच में है. ഭൂതങ്ങൾ പുറത്താകും ദൈവരാജ്യത്തിൽ. दुष्ट आत्माएं बाहर होगी परमेश्वर के राज्य में. രോഗങ്ങൾ മാറും ദൈവരാജ്യത്തിൽ. बीमारियां दूर होगी परमेश्वर के राज्य में. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് ഇതൊക്കെ സംഭവിക്കുന്നത്. इसीलिए कलीसिया के अंदर ये सब कुछ होता है. നിങ്ങൾ ദൈവരാജ്യത്തിലാണോ? क्या आप परमेश्वर के राज्य में हो? ഒരു നല്ല രാജാവുണ്ടോ? क्या एक अच्छा राजा है? ഉണ്ടെങ്കിൽ है तो ഈ ദൈവരാജ്യത്തിന്റെ എല്ലാ പ്രൊവിഷൻസും നിങ്ങൾക്കുള്ളതാണ്. ये परमेश्वर के राज्य का सारा प्रबंध वो आपका है. ധൈര്യത്തോടുകൂടെ ഇരുന്നാണ്. हिम्मत के साथ रहे. നമ്മൾ വിശ്വാസത്തിൽ പേടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. हमें विश्वास जीवन में डरने की कोई जरूरत नहीं है. കർത്താവ് നമ്മെ നടത്താൻ വിശ്വസ്തൻ. परमेश्वर हमें चलाने के लिए विश्वास योग्य है. Amen. ലോകക്കാരായ മനുഷ്യരെ കുറിച്ച് നമുക്കറിയത്തില്ല. दुनिया के लोगों के बारे में हम नहीं जानते, പക്ഷെ എന്നെ നിന്നെ നടത്താൻ കർത്താവ് വിശ്വസ്തൻ. लेकिन मुझे और आपको चलाने के लिए परमेश्वर विश्वास योग्य है. അതിന്റെ അർത്ഥം നമ്മളെ അങ്ങ് കരോട്പതികളാക്കുന്നല്ല കേട്ടോ. उसका मतलब परमेश्वर हमें करोड़पति बनाएगा ऐसा नहीं. അങ്ങനെ എല്ലാരെയും ആക്കത്തില്ല. सबको नहीं बनाएगा. ചിലരെ ദൈവം ആക്കിയാൽ അതിന്റെ ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. किसी को अगर परमेश्वर ने बना दिया तो उसके पीछे भी एक खास मकसद है. പക്ഷെ അന്നന്ന് വേണ്ടത് നൽകി നടത്താൻ കർത്താവ് വിശ്വസ്തനാണ്. लेकिन प्रतिदिन की जरूरत की रोटी देकर खिलाकर हमें चलाने के लिए परमेश्वर विश्वास योग्य है. ഇന്നത്തെ ദിവസം ജീവിക്കാനുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ കർത്താവ് വിശ്വസ്തനാണ്. आज के दिन में जो कुछ जरूरत है वो सब कुछ हमें आज प्रदान करने के लिए परमेश्वर विश्वास योग्य है. അതുകൊണ്ട് ദൈവരാജ്യത്തിലാണോ? क्या आप परमेश्वर के राज्य में है? ഇന്ന് പകൽക്കാലം ചിലർ സൗഖ്യമാകണം. तो कुछ लोग आज चंगे होना है. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരുതലിൽ ചിലർ ആശ്രയിക്കണം. आज के दिन कुछ लोग परमेश्वर के प्रबंधों पर निर्भर हो जाए. അടുത്ത ചില നിമിഷങ്ങൾ ഞാൻ ആ പ്രധാനപ്പെട്ട വചനം, ഞാൻ ഈ ദിവസങ്ങളൊക്കെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വചനം പറയാൻ ശ്രമിക്കാൻ പോവുകയാണ്. आगे के कुछ समय इन दिनों में मैं मनन करने वाला उस वचन को मैं बोलना चाहता हूँ. ദൈവരാജ്യത്തെ കുറിച്ച്, परमेश्वर के राज्य के बारे में है. ദൈവരാജ്യത്തെ കുറിച്ച് ഏറ്റവും ശക്തമായ മെസ്സേജസ്, ശക്തമായ വാക്യങ്ങളുള്ള ഒരു പുസ്തകം മത്തായി സുവിശേഷമാണ്. परमेश्वर के राज्य के बारे में सबसे अधिक वचन मत्ती रचित सुसमाचार में लिखा गया है. വളരെ പവർഫുൾ ആണ് കേട്ടോ. बहुत ही മത്തായി सामर्थ्यशाली है. സുവിശേഷത്തിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് കർത്താവിന്റെ പാരബിൾസ് ഉണ്ട്, പ്രസംഗങ്ങളുണ്ട്, ഒത്തിരി വാക്യങ്ങൾ കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ച് മത്തായി സുവിശേഷത്തിൽ പറയുന്നു. परमेश्वर के राज्य के बारे में मत्ती रचित सुसमाचार में बहुत ही सामर्थ्य तौर से दृष्टांत के रूप में, संदेशों के रूप में कहा गया है. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ 5 से लेके 7 अध्याय तक കിങ്ഡം ഓഫ് ഗോഡ് ആർക്കുള്ളതാണെന്ന് പറഞ്ഞു തുടങ്ങുന്നു. परमेश्वर का राज्य किसके लिए है वो कहकर शुरुआत करता है. ആരുടേതാണ് ദൈവരാജ്യം? किसका है परमेश्वर का राज्य? മത്തായി സുവിശേഷത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ मत्ती रचित सुसमाचार के पहले अध्यायों पर കിങ്ഡം ഓഫ് ഗോഡ് ആരുടേതാണ്? परमेश्वर का राज्य किसका है? ആരാണ് ദൈവരാജ്യത്തിലെ പൗരന്മാർ? कौन है इस परमेश्वर के राज्य के नागरिक लोग? അതിനെ നമ്മൾ സാധാരണ വിളിക്കുന്നത്, उनको हम साधारण तौर से बुलाते हैं ഗിരിപ്രഭാഷണത്തിലെ ബിയാറ്റിറ്റ്യൂഡ്സ്, അല്ലെങ്കിൽ ബ്ലസ്സഡ് ആയിട്ടുള്ള ആളുകൾ ആരാണെന്ന് നമ്മൾ സാധാരണ പറയുന്നത്. हम नॉर्मल तौर से कहते हैं भाग्यवान कि उस भाग्य धर्मी लोग, भाग्यशाली लोग कौन है?
അവിടെ ലിസ്റ്റ് പറയുക. वहां पर लिस्ट कहा गया है. ലോകപ്രകാരം ഇവരെ ഈ ലിസ്റ്റിൽ പറഞ്ഞവരെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കത്തില്ല. दुनिया के हिसाब से इस लिस्ट में जो कहा गया है उन लोगों को धन्य लोग नहीं बुला सकते. ലോകപ്രകാരം ഭൂമിയെ കീഴടക്കുന്നവർ അങ്ങനെയുള്ളവരല്ല. दुनिया के हिसाब से भूमि को अधीन पर लेकर आने वाले ऐसे लोग नहीं हैं. ദരിദ്രരും ദുർബലരും കരയുന്നവരും ഒക്കെയായിട്ടുള്ള ഒരു കൂട്ടത്തെ നോക്കിയിട്ട് പറയാം നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന്. दरिद्र लोगों को, निर्बल लोगों को, दुखी लोगों को देखकर परमेश्वर कह रहा है कि आप लोग धन्य लोग നിങ്ങൾ हैं. ദൈവരാജ്യത്തിന്റെ അവകാശികളാണ്. आप परमेश्वर के राज्य के अवकाशी लोग हैं. കയ്യൂക്കുള്ളവൻ ഭൂമിയെ അവകാശമാക്കുമെന്നല്ല വേദപുസ്തകം പഠിപ്പിച്ചത്. जिनके अंदर सामर्थ्य या क्षमता रखता है वे लोग परमेश्वर के राज्य को हासिल करेंगे, ऐसा नहीं पवित्र शास्त्र सिखाता है. ലോകത്തിൽ അങ്ങനെ അല്ലേ? दुनिया में ऐसा होता है. കയ്യൂക്കുള്ളവനാ ലോകം പിടിച്ചെടുക്കുന്നത്. जिसके अंदर बहुत क्षमता है वे लोग राज्य को पकड़ते हैं. അതിന് ഡെഡ്ലി ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. लेकिन उसका पूरा विरोध में पवित्र शास्त्र हमें सिखाती है. മത്തായി സുവിശേഷം ഒന്ന് നോക്കിക്കേ, 5-ാം അധ്യായം ഒന്ന് നോക്കിക്കേ. मत्ती रचित सुसमाचार 5वां अध्याय जरा देखिए. അവിടെ പറയുന്നത് എന്താ? वहां पर क्या कहा गया है? ദ പവർഫുൾ എന്നാണ് പറയുന്നത്. वहां पर सामर्थी लोगों के बारे में कहा गया है क्या? ശക്തന്മാർ ഭൂമി അവകാശമാക്കുമെന്നാണ് क्या പറയുന്നത്. वहां पर शक्तिशाली लोग भूमि को हासिल करेंगे या ऐसा कुछ कहा है क्या? ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൽ ദരിദ്രരായവർ, एक तो जो आत्मा में दरिद्र है, ദുഃഖിക്കുന്നവർ. जो दुखी है. അടുത്ത വാക്യം നോക്കണം. अगला आयत देखें. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. जो नम्र है वे धन्य है. അവർ ഭൂമിയുടെ അവകാശികളാകും. वे पृथ्वी के अधिकारी होंगे. ഈ വാക്യം പ്രാക്ടിക്കലി ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന വാക്യമാണ്. ये वचन क्या प्रैक्टिकली पॉसिबल है? क्या हमारे चारों ओर होती है क्या? നമുക്ക് ചുറ്റുമുള്ള നേതാക്കന്മാരൊക്കെ സൗമ്യതയുള്ളവരാണ്. हमारे चारों ओर के नेता लोग क्या नम्र है? ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ചുറ്റുമുള്ള രാഷ്ട്രീയക്കാരൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുകളെ അല്ലേ? हमारे चारों ओर के राष्ट्रीय नेता लोग बहुत ही पावरफुल लोग हैं. ഈ അച്ഛനെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അല്ലേ? അച്ഛൻ हमारे अंकल पहले के पंचायत प्रेसिडेंट थे. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, वो രാഷ്ട്രീയക്കാരൻ. पंचायत प्रेसिडेंट थे, वो राष्ट्रीय പക്ഷേ नेता നല്ല थे. സൗമ്യനായ മനുഷ്യനാണ്. लेकिन बहुत ही नम्र व्यक्ति है. ഞാൻ എന്താ അത് പറഞ്ഞെന്നറിയാമോ? मैं क्यों ऐसे कह रहा हूँ? കേരളത്തിൽ ചിലപ്പോൾ സൗമ്യരായ ആളുകളൊക്കെ രാഷ്ട്രീയത്തിലുണ്ടാകാം. केरला में हो सकता है कि नम्र लोग राष्ट्रीय में हैं. കേരളത്തിലെ രാഷ്ട്രീയം സ്വല്പം വേറെ അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നല്ല മനുഷ്യർക്കാണ് കേരളക്കാർ വോട്ട് കൊടുക്കുന്നത്. केरला में अच्छे नेताओं को वोट दिया जाता है. അതുകൊണ്ട് അച്ഛനെ പോലുള്ളവർ രാഷ്ട്രീയത്തിൽ മുന്നിൽ വന്നു. इसीलिए अंकल जैसे लोग राष्ट्रीय में, राजनीतिक में वो बढ़े. പക്ഷേ എൻ്റെ അച്ഛ ഇവിടെ ബോംബെയിലെ കാര്യം അങ്ങനല്ല. लेकिन मुंबई में ऐसा नहीं है. ഇവിടെ ഇച്ചിരി ടപ്പോരിയൊക്കെ ആണെങ്കിലേ രാഷ്ട്രീയത്തിൽ മുന്നിൽ വരാൻ പറ്റത്തുള്ളൂ. आमेन. यहाँ पे थोड़ा टपोरी रहेंगे तो ही वो राजनीतिक पे बढ़ सकते हैं. എന്താടാന്ന് ചോദിച്ചാൽ ഏതാടാന്ന് ചോദിക്കുന്നവർ ഇവിടെ രക്ഷപ്പെടത്തുള്ളൂ. क्या है पूछे तो क्यों है, बल्कि उल्टा पूछने वाला व्यक्ति ही खड़ा हो सकता है. ബോംബെയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ अगर मुंबई में हमें जीना है तो थोड़ा टपोरी बनना पड़ता है. ഹല്ലേലൂയ. हालेलुया. ശരിയല്ലേ? सही है ना? പക്ഷെ വേദപുസ്തകം പറയുന്നത് लेकिन पवित्र शास्त्र हमें सिखाती है സൗമ്യതയുള്ളവർ, जो नम्र है ഭാഗ്യവാന്മാർ, वे धन्य है. അവർ ഭൂമിയുടെ അവകാശിയാകും. वे भूमि के अधिकारी होंगे. ശക്തന്മാരല്ല, सामर्थशाली लोग नहीं, ദുർബലന്മാർ, സൗമ്യതയുള്ളവർ, दुर्बल लोग जो नम्र है, ഇപ്പോൾ കരയുന്നവർ, जो अभी शोक करते ആത്മാവിൽ हैं, ദരിദ്രരായവർ, जो आत्मा में दरिद्र है. ദൈവരാജ്യത്തിന്റെ പൗരന്മാർ ഈ ലോകത്തിന്റെ രാജ്യത്തിന്റെ പൗരന്മാരുടെ ഏറ്റവും ഓപ്പോസിറ്റ് ആണ്. आमेन. परमेश्वर के राज्य के नागरिक लोग इस संसार के नागरिक के पूरा ऑपोजिट है, पूरा विरोध है. പിന്നെ പറഞ്ഞത് फिर कहते ഈ हैं, ദൈവരാജ്യത്തിലെ പൗരന്മാരുടെ സ്റ്റാൻഡേർഡാ പറഞ്ഞത്. फिर परमेश्वर के राज्य के लोगों का स्टैंडर्ड कहा गया 5-ാം है. അധ്യായത്തിൽ മുന്നോട്ട് വായിക്കുമ്പോൾ 5वां अध्याय की जब आगे पढ़ते हैं, യേശു പറയാണ് ഞാൻ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ട ക്വാളിറ്റി പറയുകയാണ്. फिर यीशु मसीह कहते हैं कि जिस परमेश्वर का राज्य मैं स्थापना करने जा रहा हूँ उसके नागरिकों के क्वालिटी को बताया जा रहा है. ക്വാളിറ്റിയാ. वो किंगडम क्वालिटी है. പഴയ നിയമത്തിൽ पुराने नियम में മർഡർ ചെയ്തെങ്കിൽ മാത്രമേ അവൻ കൊലപാതകനാകത്തുള്ളൂ. अगर वो കൊലപാതകം ചെയ്തെങ്കിൽ മാത്രം. हत्या करे तो ही वो हत्यारी बन जाता പക്ഷേ है. യേശു പറയാ लेकिन यीशु मसीह कहते പുതിയ हैं നിയമത്തിൽ नया नियम में മർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. हत्या करने की जरूरत മനസ്സിൽ नहीं. ചിന്തിച്ചാ മതി. अगर मन में सोच ही ले എന്ത് ചെയ്തു?
तो അവൻ क्या कर കൊലപാതകനായി दिया? മാറി. तो वो हथियार बन गया. സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ अगर अपने भाई को कि एक बेवकूफ करके बोले, उसको मूर्ख बुला ले, നമ്മൾ കൊലപാതകനായി മാറി. तो हम एक क्रिमिनल बन जाते हैं. അങ്ങനെയാണ് നമ്മളെല്ലാം കൊലപാതകന്മാരാ. तो हम सब लोग एक क्रिमिनल हैं. നേരിട്ട് വിളിച്ചില്ലെങ്കിലും നമ്മൾ മനസ്സിൽ വിളിക്കാറില്ലേ? अगर हम सीधा मुंह पे नहीं बुलाए तो भी हम कभी कभी मन पे तो उस व्यक्ति को बुलाते हैं. കൊലപാതകൻ അല്ല പിന്നെ നിസാരാന്നൊന്നും വിളിക്കത്തില്ല. हम मुंह पे तो किसी को मूर्ख करके बुलाते नहीं है, മനസ്സിൽ പറയും. लेकिन हम मन में कहते ആ हैं സഹോദരൻ അങ്ങനെയാണെന്ന് മനസ്സിൽ പറയും. वो भाई वैसा है करके हम दिल पर कहते हैं, मन में कहते हैं. രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് അത് കാണിക്കുന്നത്. तो ये परमेश्वर के राज्य का स्टैंडर्ड नागरिक लोग हैं. ആ 7-ാം അധ്യായത്തിന്റെ ലാസ്റ്റിൽ യേശു കർത്താവ് പറഞ്ഞു, वो 7वें अध्याय के आखिरी आयतों में यीशु मसीह ने कहा, എന്റെ ഈ വചനം കേട്ട് അനുഷ്ഠിക്കുന്നവൻ, അതിനെ പ്രമാണിക്കുന്നവൻ പാറമേൽ വീട് പണിത മനുഷ്യന്റെ കൂട്ടയാണ്. तो मेरे इस वचन को सुनकर आज्ञा का पालन करने वाला व्यक्ति उस व्यक्ति के समान है जिन्होंने अपने भवन को चट्टान पर बनाया. പാറമേൽ വീട് പണിത മനുഷ്യൻ, चट्टान पर अपना घर बनाने वाला व्यक्ति, വചനത്തിന്മേൽ വീട് പണിയുന്ന മനുഷ്യൻ. वचन पर अपना भवन बनाने അത് वाला കുറച്ചുകൂടെ व्यक्ति. മുന്നോട്ട് വന്നാൽ 16-ാം അധ്യായമാവുമ്പോൾ तो 16वां आयत में जब आते हैं യേശു പറഞ്ഞു, तो यीशु ने कहा, ഈ പാറമേൽ ഞാൻ എന്റെ ആമേൻ. സഭയെ പണിയും. इस चट्टान पर मैं मेरी कलीसिया को ഏത് बनाऊंगा. പാറമേൽ? कौन सी चट्टान पर? സഭ പണിതിരിക്കുന്നത് ഏത് പാറമേലാ? कलीसिया कौन सी चट्टान पर बनी है? ഏ? യേശു. ആർക്കും സംശയമില്ലല്ലോ. किसी को शक नहीं है ना, यीशु मसीह रूपी चट्टान. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, कोरिन्थ की पत्री में पौलुस ക്രിസ്തു ने कहा, അല്ലാതെ വേറെ ഒരു അടിസ്ഥാനം ഇടരുത്. यीशु मसीह के बिना कोई और नींव आप ना വേറെ डालें. ഏത് അടിസ്ഥാനം ഇട്ടാലും അത് പൊളിഞ്ഞു പോകും. आप कोई भी नींव फाउंडेशन डाले वो वहां बिखर जाएगा, टूट जाएगा. 2000 വർഷമായിട്ട് 2000 सालों പാതാള से ഗോപുരങ്ങൾ ജയിക്കാതെ ഈ സഭ നിൽക്കുന്നതിന്റെ കാരണം अधोलोक फाटक प्रबल नहीं हो पा रही और एक कलीसिया खड़ी है, उसका वजह ഇത് പണിതിരിക്കുന്നത് ये जो बनाया गया है, स्थापना ഏതെങ്കിലും की ഒരു गई है, മനുഷ്യന്റെ മേലല്ല, कोई भी एक व्यक्ति के ऊपर ഒരു नहीं. മനുഷ്യന്റെ Amen. ഫിലോസഫിയുടെ മേലല്ല, कोई भी मनुष्य के फिलोसफी के ऊपर ഇത് नहीं. പണിതിരിക്കുന്നത് ये जो बना है യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തുവിന്റെ आमेन. മേലാണ്. युगों का चट्टान वो मसीह रूपी चट्टान पर ഇത് बनी है. പണിതിരിക്കുന്നത് ये जो स्थापना की गई ദൈവ है വചനത്തിന്റെ മേലാണ്. परमेश्वर के वचन पर स्थापना की गई है, മനുഷ്യന്റെ ഫിലോസഫി അല്ല. मनुष्य के फिलोसफी पर नहीं. ഓ ദൈവ വചനത്തിന് മേലാണ് സഭ പണിതിരിക്കുന്നത്. परमेश्वर के वचन पर कलीसिया बनी है. ദൈവ വചനം എന്ന് പറഞ്ഞാൽ ആരാ? परमेश्वर का वचन कौन है? യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞു, यूहन्ना रचित सुसमाचार में വചനം कहा, ജഡമായി തീർന്നു, वचन देहधारी बना, നമ്മുടെ ഇടയിൽ പാർത്തു. हमारे बीच पे रहा. ആരാ വചനം? कौन है वो യേശു. वचन? यीशु मसीह. അപ്പോൾ മത്തായി 7-ൽ പറഞ്ഞു വചനത്തിന്മേൽ പണിയണമെന്ന്. तो मत्ती 7वां अध्याय में कहा कि वचन के ऊपर बनाना മത്തായി है. 16-ൽ പറഞ്ഞു मत्ती 16 में कहा है ഈ പാറമേൽ പണിയണമെന്ന്. इस चट्टान पर बनाना है. ഏതാണ് ആ പാറ? कौन है वो चट्टान? നമുക്കറിയാമല്ലോ, ട്രഡീഷണലി കാത്തലിക് ചർച്ചൊക്കെ പഠിപ്പിക്കുന്നത് പത്രോസ് ആ പാറ എന്നാണ്. ट्रेडिशनल तौर से कैथोलिक चर्च में ये सिखाते हैं कि वो चट्टान पत्रस है. ഹല്ലേലൂയ. അങ്ങനെയല്ല കേട്ടോ. हालेलुया. लेकिन ऐसा नहीं है. പത്രോസിന്റെ മേൽ സഭ പണിതായിരുന്നെങ്കിൽ पत्रस के ऊपर अगर कलीसिया സഭ बनाया होता എന്ന് പോയെന്ന് तो ചോദിച്ചാൽ, सभा कब का टूट गया होता. കാരണം പത്രോസിന്റെ സ്വഭാവം ഒരു എടുത്തിയാട്ടക്കാരന്റെ സ്വഭാവമല്ലേ. क्योंकि पत्रस का स्वभाव भी ऐसा बहुत जल्दी प्रतिक्रिया करने वाला है. പക്ഷെ യേശു അങ്ങനെയല്ല കേട്ടോ. लेकिन यीशु मसीह वैसा नहीं है. യുഗങ്ങളുടെ പാറയാണ്. यीशु मसीह युगों का चट्टान है. आमेन. हालेलुया. മാത്യു 16 പറഞ്ഞു, मत्ती 16 में कहा, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. अधोलोक का फाटक उस पर प्रबल नहीं होगी. ഹല്ലേലൂയ. हालेलुया. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ मत्ती रचित सुसमाचार 13वां जब अध्याय पर आते हैं, ദൈവരാജ്യത്തെ കുറിച്ച് അവിടെ പറയുന്ന ഉപമകൾ നമ്മൾ കാണുന്നു. परमेश्वर के राज्य के बारे में कहा गया दृष्टांतों को हम सुनते കുറെ हैं. ഉപമകൾ ആ അധ്യായത്തിലുണ്ട്. बहुत सारे दृष्टांत वहां पर कहा गया है. എല്ലാ ഉപമയും ഞാൻ പ്രസംഗിക്കാൻ പോകുന്നില്ല. सारे दृष्टांत में प्रचार नहीं करने जा रहा. പരിശുദ്ധാത്മാവ് ശക്തമായി എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപമ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉപമ മാത്രം ഇന്ന് പകൽ പറവാൻ ആഗ്രഹിക്കുന്നു. पिछले दिनों में पवित्र आत्मा मुझे जो
सिखा रहा है, जिस पर मैं मनन कर रहा हूँ, वैसा एक खास दृष्टांत को मैं कहना അത് चाहता हूँ। വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാൻ वो പോകും. बहुत ही शॉर्ट करके मैं സെന്റൻസ് മാത്രം, വചനം മെസ്സേജ് നിങ്ങൾ ഉണ്ടാക്കിക്കോ. सिर्फ सेंटेंस बोलकर मैं ഹെഡിങ് जाता हूँ, മാത്രം പറഞ്ഞങ്ങ് വിടുകയാണ്. हेडिंग बोलकर जाता ദൂത് हूँ, ഇനി അടുത്ത ആഴ്ചയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. क्योंकि इसको मैं अगले हफ्ते में लेके जा नहीं सकता। മത്തായി സുവിശേഷം 13:33 വായിച്ചാട്ടെ. मत्ती रसी सुसमाचार 13 का 33। 33 മാത്യു ചാപ്റ്റർ 13:33. मत्ती रची सुसमाचार 13 का 33। സ്വർഗ്ഗരാജ്യം परमेश्वर का राज्य മാവിനോട് സദൃശം. खमीरी रोट खमीर, परमेश्वर का राज्य खमीर का समान. परमेश्वर का राज्य स्वर्ग राज्यम पुളിച്ച മാവിനോട് സദൃശം. ആരുടെയും ബൈബിൾ ഇല്ലേ? somebody help me in reading please. उसने और एक दृष्टांत सुनाया. स्वर्ग का राज्य खमीर के समान है. खमीर के समान में उसमें इस खमीर को एक स्त्री ने लेकर 3 पसेरी आटा में मिला दिया. और क्या किया? खमीर हो गया। नहीं, इससे पहले she waited. क्या लिखा है? होते होते. മലയാളത്തിൽ എഴുതിയിരുന്നത് ഒന്ന് വായിച്ചേ. എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. वो पूरा खमीर होते तक उसने इंतजार So किया। इसमें से बहुत बातों सीखने के लिए. ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്। ഒന്ന് സ്വർഗ്ഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. पहला, परमेश्वर का राज्य खमीर के समान है। പുളിച്ച മാവിനോട് സദൃശം. खमीर के समान है। ഈ പുളിച്ച മാവ് എന്ന് പറയുമ്പോൾ അതിലെ പുളിപ്പ് എന്ന അർത്ഥത്തിലല്ല ഇത് എടുക്കേണ്ടത്. ये खमीर कहने का मतलब उसकी खट्टापन को नहीं लेना है। കാരണം പല ഭാഗത്തും ഈ പുളിച്ച മാവ് എന്ന് പറഞ്ഞാൽ അത് പാപത്തിന്റെ നേച്ചറിനെ കാണിക്കുന്നത്. क्योंकि कई बार उसको पाप के स्वभाव से भी सिखाया ഇവിടെ जाता പുളിച്ച है। മാവെന്ന് പറയുന്നത് लेकिन यहाँ पर जो खमीर कहा गया है, ആട്ടയെ ചേഞ്ച് ചെയ്യാനുള്ള അതിന്റെ പവറിനെ കാണിക്കുന്നത്. उस आटा को उसको एक रूपांतर या उसको बदलने वाला एक सामर्थ ഈ को दिखाया പുളിച്ച गया है। മാവിന് ആട്ടയെ മുഴുവൻ മാറ്റാൻ കഴിയും. तो ये जो खट्टापन है, जो खमीर है, वो पूरे आटा को खमीर बना सकता है। उस ताकत പുളിച്ച को दिखाया। മാവിന്റെ അകത്ത് ഒരു പവർ ഉണ്ട്. तो इस खमीर के अंदर एक ताकत है। ആ പവർ ഒരു സ്ത്രീ എടുത്തു. वो ताकत को अमेन एक स्त्री ने उठा लिया। അടുത്ത ശ്രദ്ധിക്കുന്ന വാക്യം ഒരു Amen. സ്ത്രീ അതിനെ എടുത്തു. अगले आयत में लिखा है कि एक स्त्री उसे उठा ഒരു लिया। പുരുഷൻ എടുത്തെന്നല്ല, एक पुरुष ने नहीं, ഒരു സ്ത്രീ എടുത്തു. एक स्त्री ने ഞാൻ ആ उसे उठाया। ഭാഗത്തിലേക്ക് വരാം. Amen. मैं उस भाग पर എന്നിട്ട് आता हूं। അടുത്തത് പറയുന്നത് और अगला कहता है 3 പറ മാവിൽ ഇതിനെ ചേർത്തു. और 3 पसेरी आटे में मिला दिया। നാലാമത് പറയുന്നത് और चौथी बात, ഹല്ലേലൂയ എല്ലാം പുളിക്കുവോളം അടക്കി വെച്ചു, കാത്തിരുന്നു. और पूरा आटा खमीर बनने तक वो इंतजार करती रही। അഞ്ചാമത് പറഞ്ഞില്ലെങ്കിലും 5वां बात जो नहीं कहा, ഞാനത് ആഡ് ചെയ്യുകയാണ്. मैं ऐड करता हूँ। ഇത് വർദ്ധിച്ചു വന്നു. आमेन। ये बढ़ोतरी हुआ, ये So, बढ़ ഈ गया। വചനം तो ये वचन ദൈവരാജ്യത്തിന്റെ വർദ്ധിക്കാനുള്ള പവറിനെ കുറിച്ചാ. परमेश्वर के राज्य की बढ़ोतरी की ताकत के बारे में കിങ്ഡം है। ഓഫ് ഗോഡിനൊരു ശക്തിയുണ്ട്. परमेश्वर के राज्य की एक ताकत है। ചെറുതിനെ വലുതാക്കാനുള്ള जो ശക്തിയുണ്ട്. छोटा है उसको बड़ा करने का ताकत है। വർദ്ധിക്കാനുള്ള ശക്തിയുണ്ട്. बढ़ोतरी की ताकत है। आमेन। ദൈവരാജ്യം हालेलुया। വളരും. परमेश्वर का राज्य बढ़ेगा। ദൈവരാജ്യം വളരും. परमेश्वर का राज्य बढ़ेगा। ഹല്ലേലൂയ. हालेलुया। ഞാൻ ഇന്ന് ഒരു പർട്ടിക്കുലർ Amen. വാക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകും. मैं आज सिर्फ एक ही आयत के ऊपर मनन ഒരു करने സ്ത്രീ जा रहा हूँ। എടുത്തിട്ട് 3 പറ മാവിൽ വെച്ചു. एक स्त्री उठाकर 3 पसेरी आटे पे मिला दिया। അപ്പൊ എനിക്കൊരു ചോദ്യം ഉണ്ടായി. और मेरा एक सवाल है, കർത്താവ് എന്തിനാ ഈ 3 പറയുന്നത് സ്പെസിഫിക്കലി പറഞ്ഞത്? परमेश्वर ने वहां पर क्यों 3 पसेरिया 3 शब्द का नंबर का क्यों സ്വർഗ്ഗരാജ്യം स्पेसिफाई പുളിച്ച किया? മാവിനോട് സദൃശം അതൊരു സ്ത്രീ എടുത്തിട്ട് മാവിന്റെ അകത്തിട്ടു എന്നങ്ങ് പറഞ്ഞാൽ പോലെ. ऐसा भी तो बोल सकते थे कि परमेश्वर का राज्य खमीर के समान है, वो उठाकर आटे में मिला दिया। ऐसे भी तो बोल सकते നമ്മുടെ थे। ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വലിയ ഉത്തരങ്ങൾ, വലിയ റെവലേഷൻസ് हमें നമുക്ക് തരുന്നത്. हमारा ऐसा प्रश्न है, उस कुछ वजह से हमें बहुत बड़े प्रकाशन എന്താ मिलते കർത്താവേ हैं। അങ്ങനെ എഴുതിയത്? क्यों ऐसा लिखा നാച്ചുറലി परमेश्वर? അങ്ങനെ ആരെങ്കിലും പറയുമോ? नेचुरली ऐसा कोई बोलता है क्या? ഒരു ഉപമ പറയുമ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ऐसे बोलने की जरूरत है क्या? അപ്പൊ അങ്ങനെ സ്പെസിഫിക്കലി ഒരു നമ്പർ പറഞ്ഞാൽ ऐसा अगर
स्पेसिफिकली अगर खास तौर से कोई नंबर अगर यीशु मसीह ने कहा है അതിനെന്തോ മീനിങ് ഉണ്ട്. उसके अंदर कुछ ना कुछ तो അപ്പൊ ഈ मतलब है. മൂന്നെന്ന് അവിടെ പറയുന്നത് 3 नंबर जो वहां पर कहा गया യേശുവിന്റെ വായിന്ന് വെറുതെ വീണൊരു यीशु की വാക്കല്ല. जुबान से गलती से निकला हुआ അത് शब्द ഒരു नहीं വലിയ है. ഡിസ്കോഴ്സ് ആണ്, ഒരു വലിയ വെളിപ്പെടുത്തലാണ്. वो एक बहुत बड़ा प्रकटीकरण है. ചില ഇൻഫർമേഷൻസ് कुछ information ദൈവമക്കൾക്ക് നൽകുവാൻ मैं जल्दी से बोलना चाहता हूँ. ഈ നമ്പർ 3 വേദപുസ്തകത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, नंबर 3 नंबर जो है बाइबल में बहुत ही इम्पोर्टेंट है, വളരെ खास है, പ്രധാനപ്പെട്ടതാണ്. बहुत महत्वपूर्ण है. 3 ദിവസത്തെ വഴി 3 दिन का रास्ता പോയിട്ട് ആരാധിക്കണം. जाकर आराधना करना. യാക്കോബ് 3 ദിവസം നടന്നു കഴിഞ്ഞപ്പോഴാണ് ലൂസിലെത്തി റെവലേഷൻ കണ്ടത്. याकूब ने 3 दिन के चलने के बाद उसने वो रेवलेशन को देखता है. അബ്രഹാം മോറിയാമലയിലേക്ക് ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയത് 3 ദിവസമാണ്. अब्राहम मोरिया के पर्वत पर इसहाक को जो लेकर गया वो भी 3 दिन की यात्रा थी. യാക്കോബിന്റെ ആട്ടിൻകൂട്ടം ലാബാന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ 3 ദിവസത്തെ ഗ്യാപ്പ് വെച്ചു. याकूब के भेड़ बकरी और लाबान के भेड़ बकरी के बीच में 3 दिन चलने की दूरी रखी. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലുണ്ട് 3-ാം ദിവസം ജീവിച്ചെഴുന്നേൽക്കുന്ന ദിവസം. होशिया के 6वें अध्याय पर देख सकते हैं कि तीसरा दिन जी उठने का दिन है. 3-ാം ദിവസം യേശുവിന്റെ ഉയർപ്പിന്റെ ദിവസമാണ്. तीसरा दिन यीशु का पुनरुत्थान का दिन है. ഇനി അങ്ങ് സൃഷ്ടിയുടെ ചരിത്രത്തിലേക്ക് പോയാൽ ऐसा अगर इतिहास के में जाएंगे तो third day of the creation, तीसरा दिन जो क्रिएशन सृष्टि का special तीसरा दिन ദിവസമാ. वो एक खास दिन है. ഹലോ, ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? उस दिन की खासियत क्या है? ആ ദിവസം ദൈവം 2 പ്രാവശ്യം ഗുഡ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. तीसरे दिन में यीशु ने 2 बार कहा कि अच्छा है, अच्छा ബാക്കി है. എല്ലാ ദിവസവും बाकी सारा दिन ഓരോ സൃഷ്ടി നടത്തും. एक एक सृष्टि करके എന്നിട്ട് ദൈവം പറയുന്നത് നല്ലതെന്ന് പറയും. और परमेश्वर कहेगा कि अच्छा പക്ഷെ है. 3-ാം ദിവസം 2 കാര്യങ്ങൾ ചെയ്തു. लेकिन तीसरे दिन उन्होंने 2 बातों को 2 किया. പ്രാവശ്യം ഗുഡ് എന്ന് പറഞ്ഞു. दोनों बार कहा कि अच्छा 3-ാം अच्छा. ദിവസം it's a very good day. तो Hallelujah. तीसरा दिन वो बहुत ही It's अच्छा not दिन just a है. good day. वो एक साधारण It's a अच्छा दिन very good day. है, लेकिन वो बहुत ही अच्छा दिन है. 3-ാം ദിവസം 2 കാര്യമാണ് ചെയ്തത്. तीसरा दिन उसने 2 काम किया. എന്തൊക്കെ 2 കാര്യം ചെയ്തത്? क्या 2 काम किए? ഒന്ന് വെള്ളത്തെയും കരയും Amen. സെപ്പറേറ്റ് ചെയ്തു. एक उसने पानी और जमीन को भूमि को अलग किया. വെള്ളത്തെയും കരയും സെപ്പറേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ पानी और भूमि को अलग कहने का ശ്രദ്ധിച്ച് मतलब, കേൾക്കണം. ध्यान से सुने, ഈ വെള്ളം എങ്ങനെ ഭൂമിയെ മൂടിയത്? पानी कैसा भूमि के ऊपर कवर कर लिया അത് था. വലിയൊരു സ്റ്റോറിയാ. वो बहुत बड़ी कहानी है. ദൂതന്മാർ പാപം ചെയ്തതുകൊണ്ട് ശാപഗ്രസ്തമായ ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ടതെന്ന് നമ്മൾ वो പഠിപ്പിക്കുന്നല്ലേ? पाप की वजह से पानी जो है, पानी दुनिया जो है पानी से भर गया. God didn't created earth. ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് പാടി ശൂന്യമായിട്ടല്ല. यीशु मसीह ने पृथ्वी की सृष्टि बेडौल और सुनसान नहीं किया था. നല്ല ഭൂമിയായിട്ടാണ് സൃഷ്ടിച്ചത്. अच्छा भूमि बनाया പക്ഷെ था. ദൂതന്മാരെ പാർപ്പിച്ച ഭൂമി ദൂതന്മാരുടെ പാപം നിമിത്തം लेकिन स्वर्ग दूतों के पापों के निमित्त ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. भूमि जो है वो सुनसान और बेडौल हो गई. വെള്ളം അതിനെ മൂടിയിരുന്നു. पानी उसे घेर लिया. ഹല്ലേലൂയ. हालेलुया. ശ്രദ്ധിക്കണേ, ध्यान से सुने, 3-ാമത്തെ ദിവസം तीसरा दिन ദൈവം ഒരു കാര്യം ചെയ്യുക. परमेश्वर एक काम करता है, വെള്ളത്തെ വലിച്ചു മാറ്റുക. पानी को खींच कर वो अलग പാഴും कर देता है. ശൂന്യമായ ഭൂമിയെ जो सुनसान और बेडौल पड़ी थी उस भूमि വാസയോഗ്യമാക്കിയ, रहने जैसा बना दिया. കര വെളിപ്പെട്ട, और वो जमीन वहां पर ഇനി प्रकट हुआ. ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു ഫോമിലേക്ക് अब वहां पर लोग रह सकते हैं वैसा एक കൊണ്ടുവന്ന रूप में. restorationന്റെ ദിവസമാ third day. एक पुनर्स्थापना किया हुआ दिन है तीसरा दिन. Third day is the day of restoration. तीसरा दिन एक पुनर्स्थापना की दिन है. അങ്ങനെയാണെങ്കിൽ अगर ऐसा है तो 3-ാം ദിവസം ഉയർപ്പിന്റെ ദിവസമാണ്. तीसरा दिन एक पुनरुत्थान का दिन 3-ാം है. ദിവസം ചിലത് പുറത്തു വരുന്ന ദിവസമാണ്. तीसरा दिन कुछ बाहर उठने It's का the day दिन of है. restoration. वो एक पुनर्स्थापना की दिन है. Hallelujah. हालेलुया. നമ്മുടെ കർത്താവ് പുനഃസ്ഥാപിക്കുന്ന, റീസ്റ്റോർ ചെയ്യുന്ന കർത്താവ്. हमारा परमेश्वर पुनर्स्थापना करने वाला परमेश्वर है. രണ്ടാമത്തെ പ്രത്യേകത, दूसरी खासियत, 3-ാം ദിവസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, दूसरी खासियत तीसरे दिन की, അന്നാണ് उसी दिन the first life, ആദ്യമായിട്ട് ലൈഫ് ഭൂമിയിൽ ഉണ്ടായത്. पहली बार भूमि पर जीवन प्रकट हुआ. ആ ദിവസം തന്നെ उसी दिन മുളച്ചു വരട്ടെ എന്ന് ദൈവം പറഞ്ഞു. यीशु मसीह ने कहा कि उगने दो. സസ്യങ്ങൾ മുളച്ചു വന്നു. पौधे उगने लगे, ഈ उग कर आ ചെറിയ गए. സാപ്ലിങ്സ് വെളി വരത്തില്ലേ?
छोटे छोटे सैपलिंग्स जो छोटे छोटे पौधे कैसे बाहर आते हैं, അതൊരു സിംബോളിസമാ. वो एक चिन्ह है. ലൈഫ് പൊട്ടി മുളയ്ക്കുന്നതിന്റെ സിംബോളിസമാ. जीवन जो खिलकर उठ रही है നിങ്ങൾക്കത് उसका एक ഉയർപ്പിന്റെ चिन्ह है. സിംബോളിസമാന്ന് പറഞ്ഞാൽ മനസ്സിലാവും. आमेन. क्या आपको समझ में आ रहा है कि वो आपकी पुनरुत्थान का चिन्ह है? അത് ഞാൻ പറഞ്ഞതല്ല, वो मैंने नहीं कहा, പൗലോസ് പറഞ്ഞതാ. पौलुस ने कहा. 1 കൊരിന്ത്യർ 15 പൗലോസ് പറഞ്ഞു, पहला कोरिन्थी 15 अध्याय में നാം पौलुस ने कहा, എന്തെങ്കിലും ഒന്നിന്റെ വിത്ത് വിതച്ചാൽ अगर हम किसी चीज की बीज को बोते ആ हैं, വിത്ത് वो बीज ഒരു പുതിയ സസ്യമായി പുറത്തു വരുന്നു. एक नया पौधा बनकर बाहर आता പൗലോസ് है. പറഞ്ഞു, that is called resurrection. पौलुस ने My कहा God. वो है पुनरुत्थान की शक्ति. It is a coincidence क्या ये एक in इत्तेफाक the है? story of creation ये सृष्टि का on कहानी the है. third day. तीसरा दिन. आमेन. हालेलुया. Hallelujah. Hallelujah. ജീവൻ മുളച്ചു വരികയാ. जीवन प्रकट होता है. മാത്രമല്ല केवल उतना ही വെള്ളത്തെ नहीं, മാറ്റിയിട്ട് पानी को ഒരു अलग പുതിയ करके, ആകാശവും പുതിയ ഭൂമിയും आमेन, एक नया आकाश और एक नया भूमि को. आमेन. हालेलुया. ഇത് മറന്നു പോകരുത് കേട്ടോ. ये भूलना नहीं. കാരണം ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ വെച്ച് വന്നത് പ്രസംഗിച്ച് തീർക്കണമെങ്കിൽ എനിക്കൊരു 3 മണിക്കൂർ വേണം. आमेन. एक स्त्री उठाकर 3 पसेटी आटा पर रख दिया. इतना प्रचार करने के लिए कम से कम 3 घंटा चाहिए. ഇനിയിപ്പോ ഒരു 10 മിനിറ്റ് ബാക്കിയുണ്ട്. ആശീർവാദം പറയാം. ഞാൻ अभी എന്താ केवल 10 मिनट बाकी है. മെസ്സേജ് അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യും. അടുത്ത ആഴ്ച ഗസ്റ്റ് പാസ്റ്റർ ഉണ്ട്. अगले हफ्ते गेस्ट Hallelujah. पास्टर है. आमेन. हालेलुया. വേഗത്തിൽ അങ്ങ് പറയാം അല്ലേ. जल्दी से कह देते हैं. 3 പറ മാവ്, 3 पसेरी 3 आटा. വേദപുസ്തകത്തിൽ ഇമ്പോർട്ടന്റ് സംഖ്യയാണ്. 3 बाइबल की खासियत आपको യേശു पता है. ആക്സിഡന്റലി പറഞ്ഞ വാക്കല്ല 3. यीशु मसीह ने इत्तेफाक से कहा हुआ शब्द नहीं है 3. ഡെപ്ത് ഉണ്ട് ഈ ദിവസങ്ങളിൽ. ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചു. मैं इसके अंदर बहुत गहराई है करके पवित्र आत्मा ने मुझे सिखाया. ദൈവാത്മാവ് എനിക്ക് വചന വെളിപ്പാട് തന്നപ്പോൾ पवित्र आत्मा ने जब ये वचन का प्रकाशन दिया, ഞാൻ പിന്നെ അന്വേഷിച്ചു അത് സത്യമാണോ എന്ന്. तो मैंने वो खोजने लगा क्या वो सही है. അങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി तो जब मैं खोज रहा था तो मुझे समझ में आया. പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത് ബിബ്ലിക്കലി തിയോളജിക്കലി കറക്റ്റ് ആണ്. तो पवित्र आत्मा ने जो मुझे सिखाया वो बिब्लिकली और थियोलॉजिकली सही है. ഒന്നാമത്തെ ഒരു ഭാഗം മാത്രം ഇന്ന് പറയാം. पहली एक ही बात मैं अभी 3 कहता പറ हूँ. മാവെന്ന് പറയുമ്പോൾ 3 पसेरी आटा का the मतलब division of world. Hallelujah. दुनिया का ലോകത്തെ 3 ആയിട്ടാണ് തിരിക്കുന്നത്. दुनिया को 3 में विभाग किया गया है. എല്ലാരും കേൾക്കുന്നുണ്ടോ? क्या ध्यान से सुन रहे हो? കേൾക്കുന്നുണ്ടോ? क्या आप लोग सुन रहे हो? ലോകത്തെ 3 ആയിട്ടാണ് തിരിക്കുന്നത്. दुनिया को क्या 3 भाग में डिवाइड किया അല്ല, है? എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? कितना कॉन्टिनेंट्स है? 7 5 അല്ലേ? 5 എന്ന് പറയും, 7 എന്ന് പറയും. ആർട്ടിക് അന്റാർട്ടിക് ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഈ മേളത്തിൻ്റെ താഴ്ത്തിങ്ങളെയൊക്കെ അല്ലേ. ഇപ്പോൾ നമ്മൾ 7 എന്ന് പറയും. പക്ഷേ നോർമൽ കൺസെപ്റ്റ് 5 മേജർ കോണ്ടിനെന്റ്സ് അല്ലേ. 7 बोलते हैं, അങ്ങനല്ലേ? 5 बोलते हैं, लेकिन അപ്പോൾ मेजर അഞ്ചെന്നല്ലേ कॉन्सेप्ट പറയേണ്ടത്? 5 कॉन्टिनेंट्स. 5 എന്നല്ലേ പറയേണ്ടത്? हम 5 कहते हैं ना. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. यहाँ पे एक ध्यान से सुने, समझे. പുരാതന വേൾഡിൽ पुराने दुनिया में, പുരാതന വേൾഡിൽ प्राचीन there was दुनिया only में 3 continents counted. 3 Hallelujah. कॉन्टिनेंट्स को ही गिना जाता था. നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ പാസ്റ്റർ പറഞ്ഞ ശരിയാണോ എന്ന് അറിയാൻ आप വേണ്ടി. एक बार सर्च कर लो पास्टर सही बोला है या नहीं. The 3 continents of ancient world. प्राचीन दुनिया की 3 कॉन्टिनेंट्स. ആളുകൾക്ക് മറ്റേ കോണ്ടിനെന്റ്സ് അറിയത്തില്ല. ഓസ്ട്രേലിയ എന്നൊരു സാധനം ഉള്ളത് അറിയത്തില്ല. बाकी के लोगों को बाकी कॉन्टिनेंट्स मालूम नहीं था. അമേരിക്കൻ കോണ്ടിനെന്റ് അമേരിക്ക വൈസ്പൂച്ചി അവിടെ ചെല്ലുന്നിടം വരെ ആർക്കും അറിയത്തില്ല. अमेरिका कॉन्टिनेंट जब तक वो पता नहीं लगा तब तक ये जानता नहीं था. So the known world was divided into 3. जो जाना जाता था वो जो वर्ल्ड, वो दुनिया केवल 3 कॉन्टिनेंट्स में विभाग किया गया था. ഏതൊക്കെയായിരുന്നു അറിയാമോ? कौन सा था आप जानते हो? യൂറോപ്പ്, ഏഷ്യ ആൻഡ് ആഫ്രിക്ക. यूरोप, एशिया और अफ्रीका. ഇത് 3 ആയിരുന്നു അന്നത്തെ കോണ്ടിനെന്റ്. ये 3 था उस जमाने का കുറെ कॉन्टिनेंट. സെഞ്ചുറീസ് ആയതേ ഉള്ളൂ ഈ പറഞ്ഞത് 5 ആയിട്ട്. अभी कुछ सेंचुरीज ही हुआ है कि ये 5 അപ്പൊ हो गए. യേശുവിന്റെ കാലത്തെ ഗ്രീക്കോ റോമൻ കൺസെപ്റ്റ്, ആ കാലഘട്ടത്തിലെ കൺസെപ്റ്റ് ലോകം 3 ആയിട്ട് ഡിവൈഡ് ആയിരിക്കുന്നു. तो उस यीशु के जमाने का समय का जो कॉन्सेप्ट ग्रीक रोम का जो कॉन्सेप्ट है वो दुनिया को 3 में विभाग किया गया ഒന്ന് था. യൂറോപ്പ്, पहला यूरोप, മറ്റേത് ഏഷ്യ, दूसरा एशिया, പിന്നെ ആഫ്രിക്ക. फिर अफ्रीका. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടണേ. ध्यान से सुने. ദൈവരാജ്യം ഒരു സ്ത്രീ എടുത്തിട്ട്
परमेश्वर का राज्य एक स्त्री ने മൂന്ന് പറ उठाकर മാവിലേക്ക് ഇട്ടു. आमेन 3 पसेरी आटे पर डाला ഒന്ന് ഏഷ്യയുടെ കൊട്ടയിലേക്ക് ഇട്ടു. आमेन 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 एक उसने രണ്ട് एशिया के आटे पर യൂറോപ്പിന്റെ डाला കൊട്ടയിലേക്ക് ഇട്ടു. दूसरा उसने यूरोप के മൂന്ന് आटे में डाला ആഫ്രിക്കയുടെ കൊട്ടയിലേക്ക് ഇട്ടു. तीसरा उसने अफ्रीका के बर्तन में डाला അതിനകത്ത് ദൈവരാജ്യം വളരുകയാ. अब उसके अंदर परमेश्वर राज्य മൂന്ന് बढ़ने പറ लगा മാവിന്റെ അകത്തും ദൈവരാജ്യം വളരുകയാ. 3 पसेरी आटे के अंदर परमेश्वर का राज्य बढ़ കരങ്ങളെ रहा ശക്തമായി है അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजाकर परमेश्वर की स्तुति करें ഹല്ലേലൂയ. ഇന്ന് നമുക്ക് കിട്ടിയ പ്രോമിസ് വേർഡ് ഏതാ? ये हमारा प्रॉमिस वर्ड है സങ്കീർത്തനം आमेन 2:8 भजन संगीता 2:8 ചോദിപ്പിൻ ഞാൻ നിങ്ങൾക്ക് രാജ്യങ്ങളെ आमेन, ജാതികളെ हालेलुया। അവകാശമാക്കി നൽകാം. आमेन। मुझसे मांगो मैं तुझे जातियों को तेरा अधिकारी संपत्ति होने दूंगा ഹാ ഒരു സ്ത്രീ എടുത്തെന്നാ പറയുന്നത് एक അല്ലേ? स्त्री ने उठाया लिखा है എടുത്ത് ഇട്ടെന്നാ പറയുന്നത്. एक स्त्री ने उठाकर डाल दिया आमेन എടുക്കാതെ അവിടെ हालेलुया തന്നെ വെച്ചാൽ और उसको वहीं पर रखे रहे ദൈവരാജ്യം അതുപോലെ ഇരിക്കും. परमेश्वर का राज्य वैसा ही പക്ഷെ അത് रहेगा എടുത്തിട്ട് लेकिन उठाकर നീ നിൽക്കുന്ന രാജ്യത്തിലേക്ക് അതിനെ ഇട്ടാൽ आमेन ये राज्यों पर अगर वो डाल दे ദൈവരാജ്യത്തെ നീ എടുത്തിട്ട് परमेश्वर के राज्य को നീ നിൽക്കുന്ന उठाकर ദേശത്തിലേക്ക് അതിനെ ഇട്ടാൽ आप जिस देश पर हो उस देश में अगर അതിനെ ഒന്ന് डाल അടക്കി दे വെച്ചാൽ अगर उसमें इंतजार ഇച്ചിരി करें ഒന്ന് കാത്തിരുന്നാൽ अगर थोड़ा നീ इंतजार ഒരു करें അത്ഭുതം കാണും. तो आप एक अद्भुत देखोगे നിന്റെ പവർ കുറയുകയല്ല, आपका सामर्थ कम नहीं हो നിന്റെ रहा പവർ അടുത്തിരിക്കുന്ന ആളിന്റെ മേൽ പകരും. आपका सामर्थ बाजू में बैठे ഒരു वालों पर chain फैल reaction जाएगा। പോലെ एक चेन रिएक्शन के ദേശം समान മുഴുവൻ देश भर ഒരു പകർച്ചയുടെ അനുഭവം. एक फैलने की अनुभव ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? आमेन हालेलुया മനസ്സിലാകുന്നുണ്ടോ? क्या आप समझ रहे Can you हो take the kingdom of God परमेश्वर के राज्य को उठा लो and put it into your land? और Hallelujah. आपके जमीन पर आपके देश पर डाल दो आमेन Bro. हालेलुया ദൈവരാജ്യത്തെ എടുത്തിട്ട് परमेश्वर के राज्य को उठाकर നിങ്ങൾ ഇടണം. आपको डालना है എന്തുകൊണ്ടാ സഭ വളരാത്തത്? कलीसिया बढ़ क्यों नहीं നമ്മൾ रही ദൈവരാജ്യത്തെ ഫ്രിഡ്ജ് വെച്ചേക്കുക. हम परमेश्वर के राज्य को फ्रिज पर रखा है ശരിയല്ലേ? सही है ना आमेन ശരിയല്ലേ? ഹല്ലേലൂയ. सही है ना നമ്മുടെ കയ്യിൽ ഈസ്റ്റ് ഉണ്ട്, हमारे हाथों पर ईस्ट है നമ്മുടെ കയ്യിൽ പുളിച്ച മാവുണ്ട്, हमारे हाथ में खमीर है നമ്മളിത് ഫ്രിഡ്ജ് വെച്ചേക്കുക. लेकिन हम फ्रिज पे रखा है പക്ഷെ അവിടെ ഇരുന്നാൽ അത് അതുപോലെ ഇരിക്കും. लेकिन फ्रिज पे रहा तो वो वैसा ही അതിനെ रहेगा എടുക്കണം, उसको उठाओ അതിനെ എടുത്തിട്ട് उसको उठाकर അപ്ലൈ ചെയ്യാൻ തുടങ്ങണം. उस पे अप्लाई करने നിങ്ങൾക്ക് लगो പാസ്റ്റർ എവിടെ आमेन അപ്ലൈ ചെയ്യേണ്ടത്? कहाँ पर अप्लाई करना है എവിടെ അപ്ലൈ ചെയ്യേണ്ടത്? कहाँ पर अप्लाई करना ഇഷ്ടംപോലെ है സ്ഥലമുണ്ടെന്നേ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. आमेन बहुत जगह है ഒന്നും ചെയ്യണ്ട. कुछ खास नहीं करना നീ है നിന്റെ സമൂഹത്തോടൊന്ന് ചേർന്നിരുന്നാൽ മതി. आप आपके समूह के साथ बने रहो ചേർന്ന് നടന്നാൽ आमेन മതി. आप उनके साथ चलने സുവിശേഷം लगो പ്രസംഗിക്കരുത്, आमेन सुसमाचार प्रचार करने की जरूरत ही സുവിശേഷം नहीं പ്രസംഗിക്കരുത്. सुसमाचार प्रचार नहीं ഒന്നുകൂടെ करना തിരുത്തി പറയാം. मैं एक और There is बात a famous saying, एक कहावत है preach gospel. प्रीच गॉस्पेल If सुसमाचार प्रचार necessary, करो then only use words. आमेन 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 अगर जरूरत है तो ही शब्दों का इस्तेमाल करें സുവിശേഷം आमेन പ്രസംഗിക്കുക. सुसमाचार का प्रचार ആവശ്യം करो ഉണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. अगर जरूरत है तो ही बोलना है ദൈവമക്കളെ, ദൈവരാജ്യം പ്രസംഗിക്കേണ്ടത് ആമേൻ. ജീവിതത്തിലൂടെ. परमेश्वर का राज्य की प्रचार अपने जीवन से दिखाना है ഞാന് ഈ ദിവസങ്ങളിൽ പഠിച്ചൊരു കാര്യം इन പറയാം. दिनों में जो सीख रहा हूँ वो ഈ बात വലിയ വലിയ പാസ്റ്റർമാരുടെ ഒക്കെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ये बड़े बड़े पास्टर्स का अपॉइंटमेंट मिलना बहुत मुश्किल है 10 മിനിറ്റിന് വേണ്ടി തന്നെ വലിയ ചെലവ് ചെയ്യേണ്ടി വരും, വലിയ മെഹനത്ത് എടുക്കേണ്ടി വരും. 10 मिनट के लिए बहुत खर्च करना पड़ता है बहुत मेहनत करनी पड़ती है നമ്മളെ പോലുള്ളവരല്ല കേട്ടോ. We are available always. हम जैसे लोगों के नहीं हम तो हमेशा उपलब्ध എപ്പോഴും है available ആ. हम Hallelujah. हमेशा उपलब्ध പക്ഷേ है വലിയ വലിയ ദൈവദാസന്മാരെ लेकिन അവരത് बड़े बड़े കൈവച്ചാ परमेश्वर के ഭയങ്കര दास വിടുതലാണെന്നാ लोग പറയുന്നത്. अगर वो हाथ रखे तो बहुत छुटकारा ऐसा कहते हैं ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, तो मैंने मन में सोचा ഈ വലിയ ദൈവദാസനെ तो जो बड़ा परमेश्वर का दास है ना നീരാറോഡിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകാൻ ഒരു ഊബർ പിടിച്ചു. मीरा रोड से एयरपोर्ट जाने के लिए एक उबर लिया 1 മണിക്കൂർ ആ ഊബർ കാറിൽ ഇരിക്കുക. 1 घंटा उस उबर पर बैठे हैं ഈ ദൈവദാസന് 1 മിനിറ്റ് കിട്ടാൻ ആളുകൾ ഓടി നടക്കുക. इस परमेश्वर के दास को 1 मिनट मिलने के लिए लोग അപ്പൊ पीछे 1 पड़े हैं മണിക്കൂർ ഈ ഊബർ ഡ്രൈവർക്ക് ഇവനെ ഫ്രീ ആയിട്ട് കിട്ടിയേക്കുക. लेकिन 1 घंटा उबर ड्राइवर को इसे मुफ्त में मिला है ഹലോ, എന്നെ हालेलुया ചിന്തിപ്പിച്ച കാര്യമാ. मैंने ये सोचा है ये If बात this fellow is that much powerful, ये बहुत ही सामर्थशाली है 1 മണിക്കൂർ വേണ്ട 10 മിനിറ്റിനകം ഇയാൾ മാറും.
हमें 1 घंटे की जरूरत नहीं, 10 मिनट में ये व्यक्ति बदल जाएगा। ഊബർ ഡ്രൈവർ മാറും. ऊबर ड्राइवर बदल जाएगा। കാരണം സാധനം എന്താ ഇതിനകത്ത് ഇരിക്കുന്നത്? आमेन, क्योंकि वैसा सामर्थ उसके हाथों पर है, ഇതിരിക്കുന്നത് പുളിച്ച മാവാ. क्योंकि उसके हाथ में खमीर है। ഇതിരിക്കുന്നത് പവർഫുള്ളാ. आमेन, क्योंकि उसके हाथों पर जो है वो सामर्थ्य है, സംസാരിക്കേണ്ട ആവശ്യമില്ല. तो बोलने की Just to जरूरत follow when he sit in the नहीं। back seat and he start to pray. आप जिस पीछे चेयर पर बैठो और सिर्फ प्रार्थना करने When the लगो, anointing flow inside the car, जब अभिषेक उस कार के अंदर फैलने लगेगा। Amen, hallelujah। if you keep the kingdom of God inside the freezer, this will not happen. अगर आप Hallelujah. परमेश्वर के राज्य को फ्रिज पर रखे रहोगे तो ये Take नहीं the kingdom होगा। of God Amen। out from your refrigerator. आप आपके रेफ्रिजरेटर के अंदर से उस परमेश्वर के राज्य को अपने हाथों पर This is the उठाओ। season, my dear church. यही वो ऋतु है This is the season to multiply. यही वो ऋतु है हमारी बढ़ोतरी This is का। the season to change the world. यही ऋतु है दुनिया को बदलने का। Play it in the Asian continent. जो हमारा एंशिएंट कॉन्टिनेंट है, The first century church, जो पहली सदी की they कलीसिया, took the leaven of the kingdom of God. उन्होंने खमीर की रोटी जो परमेश्वर का राज्य है उसको हाथ में उठा लिया। खराबा शबल മൂന്ന് continents അല്ലേ? रेखेबा, जो 3 कॉन्टिनेंट्स है, ഓ, ശകലെ, ലാം, ശൽക്കാമന. മൂന്ന് continents അല്ലേ? वो जो 3 कॉन्टिनेंट्स है, അതിനകത്ത് ഓടി നടന്ന മനുഷ്യനാ പൗലോസ്. उसके अंदर भागने वाला व्यक्ति था पौलुस। खराबा യേശുയെ ഇളക്കി മറിച്ചു. एशिया को उसने हिला दिया, യേശുയെ ഇളക്കി മറിച്ചു. एशिया को उसने हिला दिया। അവിടുന്ന് നേരെ യൂറോപ്പിലോട്ട് പോയി. फिर वहां से वो यूरोप में गया। പൗലോസ് ലെവൻ എടുത്തോണ്ടാ പോകുന്നത്. मैंने पौलुस ये खमीर को लेकर യൂറോപ്പിൽ चल കൊണ്ടൊരു रहा था। സ്വല്പ ലെവൻ ഇട്ടു. उसने जहां जहां गया उस खमीर को डाल दिया। യൂറോപ്പ് ക്രിസ്ത്യാനിറ്റി കൊണ്ട് നിറഞ്ഞു. यूरोप मसीहियों से भर गया। എടുക്കാൻ തയ്യാറാണോ? क्या आप तैयार हैं उठाने के लिए? എടുക്കാൻ തയ്യാറാണോ? क्या आप तैयार हैं उठाने के लिए? ദൈവരാജ്യത്തിന്റെ ആട്ട മാവെടുക്കാൻ തയ്യാറാണോ? परमेश्वर के राज्य के खमीर के आटा को Just उठाने के लिए क्या आप mix तैयार it with हैं? nations. और राज्यों पर डालने लगो। Just mix it with Amen। nations. राज्यों पर डालने God is लगो। going to change the nations. परमेश्वर राज्यों को बदलने जा रहा है। Oh। Amen। Hallelujah। और राबाशेत है रे ഇനി ഒരു കോണ്ടിനെന്റ് ബാക്കിയുണ്ട്. एक कॉन्टिनेंट अभी बाकी है। യൂറോപ്പിൽ പൗലോസ് പോയി. यूरोप में पौलुस गया, ഏഷ്യയിൽ പൗലോസ് പോയി. एशिया में पौलुस गया, ഇനി ഒരു കോണ്ടിനെന്റ് ആഫ്രിക്ക. अभी एक कॉन्टिनेंट പൗലോസ് अफ्रीका। പോയതായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. पौलुस ने गया പോയോ? करके मैं नहीं Which part जानता of Africa? कौन सा भाग में गया, ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ Hallelujah। ഒരാളെ ഞാൻ പറയാ. लेकिन एक व्यक्ति को मैं बताता हूँ। എത്യോപ്യയിൽ നിന്ന് വന്ന ഒരു മനുഷ്യനുണ്ട് കേട്ടോ. एथियोपिया से आने वाला एक व्यक्ति है। അവൻ വന്നത് ജെറുസലേം ദേവാലയത്തിലാ. वो कहाँ पर आया? वो यरूशलेम के नाला परमेश्वर के भक्त आराधनालय में आया, आया। वो एक भक्त था। തിരിച്ചുപോയ പോക്കില് जब वो वापस जा रहा था, യശയാവിന്റെ പുസ്തകം വാങ്ങിച്ചോണ്ടാ പോയത്. मैंने एशिया की किताब को लेकर वो गए, पढ़कर जा रहा था। പഴയ നിയമത്തിലെ സുവിശേഷമായ യശയാവ്. पुराना नियम का सुसमाचार है यशायाह। വേറെ ഒന്നും വായിച്ചില്ല और കേട്ടോ. खबर है, वो कुछ और नहीं पढ़ On रहा the था। way back to his nation, वो जब अपने राज्य पर he वापस was जा रहा simply था, reading gospel from Isaiah. वो एशिया से सुसमाचार पढ़ रहा था। ശരിയാണോ? क्या सही है ना? Gospel is the power to change. आमेन। सुसमाचार बदलने की, परिवर्तन की Gospel ताकत is the होता है। leaven of the kingdom of God. सुसमाचार आमेन परमेश्वर के राज्य की खमीर है। ഓ, ദൈവം ഫിലിപ്പോസിനെ എടുത്തോണ്ട് അങ്ങ് ചെന്നവിടെ. यीशु मसीह ने, पवित्र आत्मा ने फिलिपोस को उठाकर ले അവിടെ കൊണ്ടുപോയിട്ട് वहां पर जाकर, അവൻ ഓടിയാ ചെന്നത് കേട്ടോ. वहां जाकर वो दौड़ कर जाता ചെന്നത് है। വെറു കൈയായിട്ടല്ല. वो खाली हाथ नहीं जाता है। ചെന്നത് വെറു കൈയായിട്ടല്ല. वो खाली हाथ नहीं കിങ്ഡം जाता ഓഫ് है। ഗോഡിന്റെ ലെവൻ ആരുടെ ദൈവരാജ്യത്തിന്റെ പുളിച്ചമാവ് ആരുടെ അകത്തുണ്ട്? आमेन। परमेश्वर के राज्य की खमीर की रोटी किसके अंदर है? ഫിലിപ്പോസിന്റെ അകത്തുണ്ട്. फिलिपोस के अंदर അത് है। ശമരിയയിൽ ഇഷ്ടം പോലെ വാരി വതറിയതാ. आमेन। वो सामरी में बहुत सारा उसने डाला था। ശമരിയയിൽ നിന്ന് सामरी से അതേ उठाकर, അഭിഷേകത്തോടെ उसी अभिषेक को लेकर ഫിലിപ്പോസ് എത്യോപ്യന്റെ അടുക്കിലേക്ക് ചെല്ലുകയാ. फिलिपोस एथियोपिया में जाता है। ഒരു കൈമാറ്റം നടക്കുകയാ. वहां पर एक सौंपा जाता है। ഫിലിപ്പോസ് രഥത്തിൽ 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ फिलिपोस ने जब उस घोड़े के रथ पर 10 ഈ मिनट ലെവൻ बैठा, അവനെ പിടിച്ചു. इस खमीर की रोटी उस व्यक्ति को ഈ पकड़ പുളിച്ചമാവ് लिया। അവനെ പിടിച്ചു. इस खमीर की आटा उस അവൻ व्यक्ति പറഞ്ഞു, को "എനിക്ക് पकड़ लिया।" സ്നാനപ്പെടണം. और उसने बोला मुझे बपतिस्मा എനിക്ക് लेना है। സ്നാനപ്പെടണം. मुझे बपतिस्मा
नहीं വെള്ളത്തിൽ रहे। ഇറങ്ങി മുങ്ങി പൊങ്ങി पानी में उतर कर उसे डुबा कर उठाया। പുതിയ നിയമ സഭയുടെ അംഗമായി नया नियम की कलीसिया का हिस्सा बन गया। ദൈവരാജ്യത്തിന്റെ ഭാഗമായി परमेश्वर के राज्य का हिस्सा बन അവൻ गया। രഥം ഓടിക്കുകയാ वो अभी घोड़ा चला रहा है എത്യോപ്യയിലേക്ക്. एथियोपिया में। ഫിലിപ്പോസ് അവിടെ ഇറങ്ങി. फिलिपोस वहां पर ഇനി उतर गया। ഫിലിപ്പോസിന്റെ ആവശ്യമില്ല. अब फिलिपोस की നീ जरूरत ലവണായി മാറിക്കഴിഞ്ഞു. आमेन। तो खमीर की रोटी बन गई നീ है। പുളിച്ച മാവായി മാറിക്കഴിഞ്ഞു. खमीर की रोटी നീ बन ആഫ്രിക്കയിൽ चुकी है। ചെല്ലുമ്പോൾ तो जब अफ्रीका നീ में ആഫ്രിക്കയിൽ जाएगी, ചെല്ലുമ്പോൾ तो जब अफ्रीका നീ में എത്യോപ്യയിൽ जाएगी, ചെല്ലുമ്പോൾ तो एथियोपिया में ആ जाएगी, നീ ആ ദേശത്തെ മാറ്റാൻ പോകുക. देश को बदलने जा रही നീ है। ദേശത്തെ മാറ്റാൻ പോകുക. तो देश को बदलने जा रही है। നിങ്ങൾക്കൊരു ഹിസ്റ്റോറിക് ഫാക്ട് അറിയാമോ? क्या आप इसके इतिहास को जानते हो? ഫസ്റ്റ് സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന പല സഭകളും ഇന്നില്ല. पहली सदी की बहुत सारी कलीसिया आज नहीं है। സ്പെഷ്യലി റെവലേഷനിൽ പറയുന്ന 7 സഭകൾ ഇന്ന് പലതുമില്ല. खास तौर से എല്ലാവരും प्रकाशित എഴുന്നേറ്റ് നിന്നോട്ടെ, वाक्य में സമയം कहा പോയി. यह कलीसिया 7 नहीं സഭകൾ है। ഇന്നില്ല. 7 कलीसिया भी नहीं है। പക്ഷേ 20 നൂറ്റാണ്ടും നിൽക്കുന്ന ഒരു സഭയാണ് എത്യോപ്യൻ ചർച്ച്. लेकिन अभी तक हाँ। 20वीं सदी में खड़ी है वो एथियोपिया की कलीसिया खड़ी है। ഒരൊറ്റ ആമേൻ. ഖമീറിന്റെ പകർച്ചയാ കേട്ടോ. आमेन। वो एक खमीर Hey. की आटा की ताकत था। Can you take और क्या आप उठा सकते हो that leaven उस खमीर की आटा and mix it with your nation? आपके राज्य में उसे मिक्स कर दो। रिखबरबा शबल खमने। ഞാൻ വിശ്വസിക്കുന്നു यस लॉर्ड, हम ഞാൻ उसे विश्वास- विश्वास करते हैं। നമുക്ക് നമ്മുടെ ദേശത്തെ മാറ്റാൻ പറ്റും. हम हमारे देश को बदल सकते हैं। Just live as a Christian. एक मसीह बनकर रहो। Just lead a life according to the word of God. परमेश्वर के वचन के अनुसार का जीवन ദൈവം बिताओ। മാറ്റാൻ പോകുക. ദൈവം മാറ്റാൻ പോകുക. परमेश्वर बदलने जा ഈ रहा है। വചനമനുസരിച്ച് ജീവിച്ചാൽ മതി. इस वचन के आधार पर जियो। ജെ ജോൺ എന്ന് പറയുന്ന ഗ്രീക്ക് പാസ്റ്റർ, जे जॉन नामक एक ग्रीक അദ്ദേഹത്തിന്റെ पास्टर, മെസ്സേജസ് എനിക്ക് ഇഷ്ടമാണ്. उनका संदेश मुझे बहुत पसंद है। അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, उन्होंने ऐसा कहा, അദ്ദേഹം വലിയ പാസ്റ്ററാ കേട്ടോ, वो बहुत बड़े पास्टर അപ്പോയിന്റ്മെന്റ് है, ഒന്നും കിട്ടത്തില്ല. उनका अपॉइंटमेंट कुछ ഒരു मिलता ദിവസം नहीं ഊബർ है। ബുക്ക് ചെയ്തു. उन्होंने ഊബർ ബുക്ക് ചെയ്തു. उन्होंने ऊबर बुक किया। അദ്ദേഹം വണ്ടി കയറി. उन्होंने गाड़ी Right पर side बैठा, लिखो। पीछे के सीट पर बैठे എന്നിട്ട് रहे ഊബർ ഡ്രൈവറുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. और ऊबर ड्राइवर से बात करने 5 लगा। മിനിറ്റ് കഴിഞ്ഞപ്പോൾ 5 मिनट के ഊബർ बाद ഡ്രൈവർ പൊട്ടിക്കരയാൻ തുടങ്ങി. ऊबर ड्राइवर रोने लगा। Is it possible? क्या ये संभव है? आमेन, हालेलुया। ഒരു ദിവസം ജെ ജോൺ ഊബർ ബുക്ക് ചെയ്യുക. एक बार जे जॉन ऊबर बुक कर रहा है। എത്ര ബുക്ക് ചെയ്തിട്ടും कितना बुक करने के बाद भी ബുക്കിംഗ് ക്യാൻസൽ ആയി പോവുക. बहुत कैंसिल हो रहा കുറെ था। നേരം അവിടെ നിന്നു. बहुत देर तक खड़ा रहा। रात थी। ഓപ്പോസിറ്റ് ഒരു വണ്ടി കിടക്കുന്നു, ഒരു പ്രൈവറ്റ് കാർ ऑपोजिट में एक കിടക്കുന്നു. गाड़ी खड़ी थी, एक അപ്പോൾ कार। ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ പോയി ഒന്ന് ചോദിക്കാം ആ പുള്ളിക്കാരത്തിയോട്. मैं जाकर पूछता हूँ उस बहन से, ഈ ഊബർ ബുക്ക് ചെയ്യുന്നതിന്റെ സിസ്റ്റം അറിയാമോ? എനിക്ക് അത്ര അറിയത്തില്ല. ये ऊबर कैसा बुक करना है मैं ഈ जानता ലേഡിയുടെ नहीं। അടുക്ക ചെന്നിട്ട് പറഞ്ഞു, तो ये लेडी के ഞാൻ पास ഊബർ जाकर ബുക്ക് कहा, ചെയ്യാൻ ശ്രമിക്കാം, പക്ഷെ പറ്റുന്നില്ല. Can you help me? मैं ऊबर बुक करने की कोशिश कर रहा हूँ बट हो नहीं अब रहा, स्त्री- क्या आप मुझे मदद ആ സ്ത്രീ करोगे? പറഞ്ഞു, എനിക്കും അറിയത്തില്ല. उस स्त्री ने कहा, मैं भी नहीं എവിടെ जानती। പോകാനാ? ഇന്നടുത്ത് പോകാനാ. आपको कहाँ जाना है? इस जगह पे हालेलुया। जाना है। हालेलुया। ഈ പാസ്റ്റർ തിരിച്ചു നടക്കുക. तो ये पास्टर वापस अब लौट लेडी कर पकड़ी चलने हुई क्या? लगा। तो लेडी वापस बुलाती है, നിനക്ക് ഓക്കെ ആണെങ്കിൽ നിന്നെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. अगर तुझे चलेगा तो मैं तुझे वहां पर छोड़ दूंगा। കാറെ കയറിയിരുന്നു. कार पर बैठ गया എന്നിട്ട് പരിശുദ്ധാത്മാവ് ഈ പാസ്റ്ററോട് പറഞ്ഞു, ask her a question. और पवित्र आत्मा ने इस पास्टर से कहा कि നിന്റെ इस स्त्री ജീവിതത്തിൽ से एक ഇപ്പോ प्रश्न എങ്ങനെയുണ്ട്? पूछो, Is everything is okay in your life? क्या तेरे जीवन में सब कुछ What सही is चल going रहा on in है? your life? आपके जीवन पर कैसे चल रही है? അവള് പറഞ്ഞു, उसने कहा, എല്ലാം തകർന്ന് കിടക്കുക. सब कुछ टूटा हुआ है। Within few minutes थोड़ा समय that मुझे lady दे दो। accepted Jesus as her personal savior. आमेन, हालेलुया। उस यीशु ने उस स्त्री ने यीशु को अपना स्वीकार किया, अब ऐसा उद्धारकर्ता के ऊबर रूप में बुकिया स्वीकार बताएंगे किया। ना। तो उस व्यक्ति ने ऊबर क्यों You know, नहीं Judge कर John said, पाया? because God was having another appointment with that lady. क्योंकि परमेश्वर को उस लेडी के साथ एक अपॉइंटमेंट था। God was having an appointment with that lady. परमेश्वर को उस लेडी के साथ The 11 of this century. इस सेंचुरी The kingdom level. परमेश्वर के राज्य की खमीर You बनकर have the power to change people's life. आप लोग व्यक्तियों के जीवन को बदल सकते हो। കരങ്ങളെ ശക്തമായി അടിച്ച് हाथ ताली ഞാൻ ഈ बजाकर മെസ്സേജ് എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. ये मैसेज में कभी न ഒത്തിരി कभी കാര്യങ്ങൾ ദൈവാത്മാവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. बहुत सारी बातें परमेश्वर ने मुझे ശക്തമായി सिखाई കരങ്ങളെ है। അടിച്ച് കുഞ്ഞുങ്ങൾ പാടി ആരാധിക്കും. ഹത്താലി ഒരു ബജാക്കർ. 2-3 മിനിറ്റ് മാത്രം. 2-3 ഹല്ലേലൂയ. मिनट बस बाकी है। और रबाश स्वर्ग मेरे अंदर है, ओ राजा मेरे अंदर है। स्वर्ग मेरे अंदर है, ओ राजा मेरे अंदर है। स्वर्ग मेरे अंदर है, ओ यीशु मेरे अंदर है।
स्वर्ग मेरे अंदर है, ओ यीशु मेरे अंदर है। हम हैं उसका राज्य, उसका राज पुरोहित। हम हैं उसका राज्य, उसका राज पुरोहित। दुनिया में राज करे यीशु के नाम से, दुनिया में राज करे यीशु के नाम से। स्वर्ग मेरे अंदर है, ओ स्वर्ग मेरे अंदर है। राजा राजा मेरे अंदर है, ओ यीशु मेरे अंदर है। स्वर्ग मेरे अंदर है, ओ स्वर्ग मेरे अंदर है। राजा मेरे अंदर है, ओ यीशु मेरे अंदर है। उजियाला का राजकुमार, सियोन का शहंशाह। उजियाला का राजकुमार, सियोन का शहंशाह। देखो यहाँ कौन आया, यीशु मेरा राजा। देखो यहाँ कौन आया, यीशु मेरा राजा। स्वर्ग मेरे अंदर है, ओ स्वर्ग मेरे अंदर है। राजा मेरे अंदर है, ओ यीशु मेरे अंदर है। स्वर्ग मेरे अंदर है, ओ स्वर्ग मेरे अंदर है। राजा मेरे अंदर है, ओ यीशु मेरे अंदर है। अंदर है, ओ यीशु मेरे अंदर है। ओ परमेश्वर का राज्य खाना पीना नहीं है। परमेश्वर का राज्य खाना पीना नहीं है। यीशु के राज्य में आनंद और मेल है। यीशु के राज्य में आनंद और मेल है। स्वर्ग मेरे अंदर है, ओ स्वर्ग मेरे अंदर है। स्वर्ग मेरे अंदर है, ओ स्वर्ग मेरे अंदर है। राजा मेरे अंदर है, ओ यीशु मेरे अंदर है। राजा मेरे अंदर है, ओ यीशु मेरे अंदर है। राजा मेरे अंदर है, ओ यीशु मेरे अंदर है। राजा मेरे अंदर है, ओ यीशु मेरे अंदर है।